ഞങ്ങളുടെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഈ ചെമ്പകമംഗലത്ത് പട്ടടയൊരുക്കി പച്ചയ്ക്ക് കത്തിക്കും ഈ ജനാർദ്ദന കേബിൾ. ഇവളും ആ വൈശാഖം തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. വെറുതെ എന്റെ ആങ്ങളെ പറയടി, ആ വൈശാഖിനെ നീ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നോ? അവന് നീയും കൂടിയല്ലേ മീനാക്ഷി കൊല്ലാൻ പ്ലാൻ ഇട്ടത്? പറയടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊല്ലും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പലവട്ടം പറഞ്ഞല്ലേ. കുറെ കാലമായിട്ട് എനിക്ക് കഷ്ടകാലമാ. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ കഴുത്തിലോട്ടാ കയറി വരുന്നേ. എന്റെ ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഇത് ഇവളും ആ വൈശാഖം കൂടെ ഒരുക്കി ചതിയാ. കാരണം സംശയാസ്പദമായ പല സാഹചര്യത്തിലും ഞാൻ ഇവിടെ കണ്ടു. വെറുതെ എന്നെ ആങ്ങളെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വലിച്ചെടുക്കല്ലേ. ഇവൾ അവനെ തേച്ചിട്ട് പോയതാ. അവൻ അവന്റെ പാടം നോക്കി ജീവിക്കുക. അവനെ വെറുതെ വിട്ടേക്ക്. ഓ, വൈശാഖിന്റെ കാര്യം പറയുമ്പോ നിനക്ക് അങ്ങ് ചൊറിയുന്ന എന്തിനാ? അവളുടെ ഒരു മാന്യനും മര്യാദ ഒരു ആങ്ങള. ആങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി 4 നേരം ഊട്ടി പരിപോഷിച്ചതിന്റെ ഫലമാ ചെമ്പകമംഗലത്ത് ഈ നാശങ്ങൾ മുഴുവൻ. വർക്കത്ത് കേട്ട നിന്റെ ആങ്ങളെ കണ്ടാലറിയാം അവനൊരു പെണ്ണുമാമനാന്ന്. മണ്ണും ചാരി എന്ന പെണ്ണുമാമൻ. അവളുടെ ഒരു ആങ്ങളെ പുന്നാരം. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലെത്തിയ ആദ്യ ദിവസം തന്നെ ഇവളെ കുറെ നേരത്തേക്ക് കാണാതായി. തിരികെ വന്നപ്പോ ഇവള് വല്ലാതെ പരുങ്ങുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനും അന്വേഷിച്ചു. ഇവള് മുറ്റത്ത് ലോണിലുണ്ടായിരുന്നു എന്ന് റൂം ബോയ് പറഞ്ഞു. പിന്നെ ലോൺ? ഇവള് വൈശാഖിനെ കാണാൻ പോയതായിരിക്കും. ഇവള് വെറും കളിയല്ല, കാട്ടുകളിയാ. ഇവളെ വിശ്വസിക്കാനേ കൊള്ളില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നോ നിന്റെ ഉദ്ദേശം? പറയടി. എടി പറയാൻ. സത്യം പറയടി. മുത്തശ്ശി, സത്യം, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കാർത്തിയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ശത്രുക്കളായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പോലീസ് ശത്രുക്കള്. എന്റെ മോന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് നീയാ. നീ നിന്നെ ഇനി ഞാനോ ഞങ്ങളോ വിശ്വസിക്കാൻ തയ്യാറല്ല. നീ ഇപ്പൊ ഈ വീട് വിട്ടിറങ്ങണം. ഞാനും അമ്മയുടെ അതേ അഭിപ്രായക്കാരനാ. ഇനി ഇവിടെ താമസിക്കാൻ ഇവിടെ അനുവദിക്കുന്നത് അപകടമാ. ഇറങ്ങി പോടി പുറത്ത്. എന്നെ വിശ്വസിക്കാൻ ഞാൻ എല്ലാവരോടായിട്ട് അപേക്ഷിക്കുക. ഞാൻ നിരപരാധിയാ. മീനാക്ഷിയെ തട്ടിക്കൊണ്ട് പോയതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. മീനാക്ഷി തിരിച്ചു വരണേന്ന് 1000 വട്ടം ഞാൻ അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വിഷമിക്കുന്നത് പോലെ ഞാനും വിഷമിച്ചു. എന്റെ ദൈവത്തിനാണ് സത്യം, എന്റെ പൊന്നോമന കുഞ്ഞാണ് സത്യം. സത്യം സത്യം. എടി, എന്റെ കുഞ്ഞിന്റെ തലേ തൊട്ട് കള്ളസത്യം പറയുന്നോടി. എന്റെ കുഞ്ഞിനെ തൊടാൻ പോലുള്ള അർഹത നിനക്കില്ല. നീ ഈ കുഞ്ഞിന് പാല് നൽകുന്നു കരുതി ഈ കുഞ്ഞിന്റെ അമ്മയാകാനുള്ള അവകാശമൊന്നും നിനക്കില്ല. നീ ഇതിനെ പ്രസവിച്ചു എന്നല്ലാതെ എന്റെ വൈകമോളുമായി നിനക്കൊരു ബന്ധവുമില്ല. വൈകമോള് ഞങ്ങളുടെ കുഞ്ഞ്, എന്റെ കാർത്തിയേട്ടന്റെ കുഞ്ഞ്. മനസ്സിലായോടി? മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി നിക്ക. കൊത്തി കൊത്തി നീ എന്റെ മോളെ കയറി കൊത്തുന്നോടാ വൃത്തികെട്ടവനെ. കൊന്നുകളയും നിന്നെ ഞാൻ.
ഇന്ദ്രേച്ചി മിണ്ടരുത് നീ. മീനാക്ഷി എന്റെ മകളാ. അവൾക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാനും അവളുടെ അമ്മ. മനസ്സിലായോടാ നിനക്ക്? ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇന്ദ്രേച്ചി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോളോട് കാണിച്ചതിന് എനിക്കൊരു എക്സ്ക്യൂസും ഇല്ല. എന്റെ കുട്ടിയെ തൊടുന്നവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ചെമ്പകമംഗലത്തുകാരോടും എല്ലാവരോടും പകയും വൈരാഗ്യവും ഉണ്ട്. എന്റെ അനുജത്തിയെ ചതിച്ച ജയറാമിനെയും നന്ദിനിയെയും കൊല്ലണമെന്നുണ്ട്. അതിനാ ഞാൻ ആ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ എന്റെ സ്വാധീനം ഉപയോഗിച്ച് നിനക്കൊരു റൂം എടുത്ത് തന്നത്. എന്നിട്ടും നീ എന്റെ കുഞ്ഞിനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു തരികട ഇറക്കണം. എന്റെ ഇന്ദ്രേച്ചി ആകെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊന്നും തെറ്റിദ്ധരിച്ചിട്ടില്ലടാ. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നിട്ട് എന്നെ തല്ലുവോ കൊല്ലുവോ എന്താന്ന് വെച്ചാൽ ചെയ്യും. മീനാക്ഷി ഉപദ്രവിക്കാനല്ല ഇന്ദ്രേച്ചി ഞാൻ അങ്ങനെ ചെയ്തത്. നീ എങ്ങനെ ചെയ്താലും എന്റെ മോൾക്ക് പരിക്ക് പറ്റിയല്ലോ. എടാ, ഞാൻ ഇത്രയും നാളും എല്ലാം സഹിച്ച് ഇവിടെ നിന്നത് എന്റെ മീനാക്ഷിക്ക് വേണ്ടിയാ. അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. മാധവ മന്ദിരത്തിലെ കുട്ടിയായി അവൾ എന്നോടൊപ്പം അവിടെ താമസിക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് നീയും മൈഥിലിയും കൂടി ഓരോന്ന് ഒപ്പിച്ചു വെച്ച ഇന്ദ്രജയുടെ സ്വഭാവം മാറുവേ. എന്റെ ഇന്ദ്രേച്ചി, ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് മീനാക്ഷിയെ കൊണ്ടുവന്ന് ചേച്ചിയെ ഏൽപ്പിക്കാന്നാണ്. പക്ഷേ ആ ഒരു ശ്രമത്തിനിടയിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ക്ഷമിക്കണം. നീ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. മീനാക്ഷിയെ സ്വന്തമാക്കുന്നതിനോടൊപ്പം കോടികൾ വിലമതിപ്പുള്ള ആ വജ്രവാളും എനിക്ക് സ്വന്തമാക്കണം. അതിനാ നീയും മൈഥിലിയും കൂടി എന്നെ സഹായിക്കേണ്ടത്. ഞങ്ങൾ ഇന്ദ്രേച്ചിയുടെ കൂടെയുണ്ട്. അടുത്ത പണി നമ്മൾ ആരംഭിക്കുന്നത് നന്ദിനിയിൽ നിന്നും രാജലക്ഷ്മിയിൽ നിന്നുമാണ്. നെടും തൂണ് വീണാലേ ചെമ്പകമംഗലം തകരും. പറയേച്ചി. ഇതെന്തായാലും സൂപ്പർ ഐഡിയ ആണ്. അവള് പറഞ്ഞതിന് തക്ക മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവൾ ഇമോഷണലായി പറഞ്ഞ് അങ്ങ് ഷൈൻ ചെയ്യുമല്ലായിരുന്നോ? അവൾക്കെതിരെ നിരത്താൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. തെളിവുകളില്ലാത്തപ്പോ അവളുടെ നേരെ കുറ്റം ആരോപിക്കരുതായിരുന്നു. നിങ്ങൾ ഇപ്പോഴും അവളെ ന്യായീകരിക്കാൻ ഒരുങ്ങാണോ? ന്യായീകരിക്കാൻ ഒരുങ്ങുകയല്ലായിരുന്നു മീനാക്ഷി. അവള് രാത്രിയിൽ പോയ കാര്യം ഇവിടെ പറയണ്ടായിരുന്നു. അതാ എല്ലാവർക്കും ദേഷ്യം കൂടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ആ സംശയം. അവളെ മാത്രം സംശയം. കാരണം അവളുടെ ലക്ഷ്യം വേറെയാ. ഒരു പോലീസ് ഓഫീസറായ കാർത്തിയേട്ടന് അത് മനസ്സിലാവാത്തതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്.
ഞാനാണ് അവളുടെ ടാർഗറ്റ്. എന്നെ അവൾക്ക് കൊല്ലണം. മീനാക്ഷി, നീ എന്താ ഈ പറയുന്നത്? നിന്നെ തൊടാനോ നിന്റെ നേരെ വരാനോ ഉള്ള ധൈര്യം അവർക്കില്ല. കുഞ്ഞിന് പാല് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അവളോടൊരല്പം മയത്തിൽ സംസാരിക്കുന്നത്. മാത്രമല്ല, ആ ഡിവോഴ്സ് കൂടി കഴിയണം. ഡിവേഴ്സിന്റെ കാര്യത്തിലൊന്നും കാർത്തിയേട്ടൻ പേടിക്കണ്ട. അവൾ ഉടക്കിയാലേ അവള് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യം മാത്രം കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ആ നിമിഷം ജഡ്ജി ഡിവേഴ്സിന് ഉത്തരവിടും. എന്തായാലും കുഞ്ഞിന്റെ പാല് കുടിക്ക് ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞാ ആ നിമിഷം അവളെ പുറത്താക്കിയിരിക്കണം. അതെന്തായാലും അങ്ങനെ തന്നെ. എന്റെ മീനാക്ഷി സമാധാനമായിട്ടിരിക്കുക. അവള് ചെമ്പകമംഗലത്ത് നിൽക്കുമ്പോ ഇവിടെ ഉള്ള എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ അവളുടേത്. നമ്മുടെ ഈ ജീവിതം കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അവളത് അനുഭവിക്കണം. എന്റെ മീനാക്ഷിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയട്ടെ. ആ മൈഥിലി, ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത് നിന്റെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയാത്തോണ്ടാ. നീ ഇങ്ങോട്ടൊന്നും വിളിച്ചേക്കരുത്. ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. എന്ത് പ്രശ്നം? ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്ന ആ രണ്ടാമത്തെ ഫോണില്ലേ, അതാ നന്ദിനി കണ്ടുപിടിച്ചു. പിന്നെ ബുദ്ധിമോശം സംഭവിച്ചത് നമുക്കാടാ. ആ പൂപ്പാണ്ടി ഗസ്റ്റ് ഹൗസിലെ ഓപ്പറേഷൻ പാളിപ്പോയി. അക്കാര്യത്തിൽ എല്ലാവരും എന്നെ സംശയത്തോടെ നോക്കുക. മാത്രമല്ല, നീയും ഞാനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും ഇതിന്റെ ഒക്കെ പിന്നിൽ നീയാണെന്നും അവര് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുക. അത് ആപത്താണല്ലോ. ഇവിടെ എല്ലാരും എരച്ചോണ്ട് എന്റെ നേരെ വരിക. ആ രാജലക്ഷ്മി അമ്മ എന്റെ കരണത്തടിച്ചു പലതവണ. അവരൊരു പാഠം പഠിപ്പിക്കണം. അതിനുള്ളൊരു പണി ഞാനും ഇന്ദ്രേച്ചിയും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ രാജലക്ഷ്മിയുടെ അച്ഛന്റെ ആണ്ടുബലിയല്ലേ അടുത്ത ദിവസം? ആ, ഇവിടെ പറയുന്ന കേട്ടു. അതിന്റെ പൂജയൊക്കെ അവിടുത്തെ പൂജാമുറിയില് പൂക്കൾ വെച്ചല്ലേ നടത്തുന്നത്? ആ, പൂക്കളില്ലാതെ പൂജ നടക്കില്ലല്ലോ. വിശേഷാൽ പൂജയ്ക്ക് പുറത്തുനിന്ന് പൂക്കൾ വാങ്ങാറുണ്ട്. എന്നാ പിന്നെ നീ ഒട്ടും പേടിക്കണ്ട, സന്തോഷമായിട്ടിരുന്നു. ഇന്ദ്രേച്ചി ഞാനും കൂടി ഒരു ഉഗ്രൻ പരിപാടി പ്ലാൻ ചെയ്തിരിക്കാം. അതനുസരിച്ച് ഈ പൂജയുടെ ദിവസം അവിടെ ഒറിജിനലായ ഒരു മൂർഖം പാമ്പ് പത്തി വിടർത്തും. രാജലക്ഷ്മി അമ്മ പാമ്പ് കടിയേറ്റും മരിക്കും. നന്നായി. നേരാണോ ഇതൊക്കെ? നേര്.
ഇതെന്താ ഇവള് ചെടി നനയും തുടങ്ങിയോ? നഷ്ടപ്പെട്ടു പോയ ചില അധികാരങ്ങൾ വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് കിടന്ന് ശ്രമിക്കുക. അതാണ് ഈ പ്രകൃതി സ്നേഹം. നഷ്ടപ്പെട്ടു പോയതല്ലല്ലോ, നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ലേ. എന്തായാലും അതിപ്പോ ഇല്ലല്ലോ. അല്ല, ഈ പൂക്കളോടും ചെടികളോടൊക്കെ സ്നേഹമുള്ളവര് മനസ്സുകൊണ്ട് നല്ലതായിരിക്കും. പക്ഷെ ഇവൾക്ക് എന്ത് സംഭവിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ ചെടികൾക്ക് ഇവൾ പാര വെക്കില്ല എന്ന് നമുക്ക് നിശ്ചയിക്കാം. അതുകൊണ്ട് തന്നെയാ ഇവൾ ഈ ചെയ്യുന്നതിനെ ആരും എതിർക്കാത്തത്. പക്ഷേ ഇവള് നനച്ച ഈ ചെടികളെല്ലാം മൂടോടെ കരിഞ്ഞു പോവും. സൈനയുടെ ഇവള് സൈനയുടെ. ഇതിനകത്തുള്ളവരെല്ലാം പല സൈസ് പാമ്പുകളും, എല്ലാത്തിനും തല്ലി കൊല്ലണം. അല്ല, ഇന്നിവിടേക്കൊരു ഗസ്റ്റിനെ വൈശാഖ് അയക്കുമല്ലോ. അത് മൂർഖനോ ആണല്ലയോ? വൈശാഖ് എങ്ങനെയാ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓ, നാശം പിടിച്ച 2 എണ്ണം വീടിന്റെ വാതിക്കെ തന്നെ ഉണ്ട്. പണി പാളുമെന്നാ എൻ്റെ പേടി. അല്ലച്ചാ, നമ്മൾ ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചതല്ലേ. ആ രാകേഷ് മേനോനല്ലേ ഇവളുടെ അച്ഛൻ. അയാളെ വിളിച്ച് ഇവളുടെ കാര്യം ഒന്നുകൂടെ പറഞ്ഞാലോ? ഒരു കാര്യമില്ല മോനെ. നമ്മൾ വിളിക്കുന്ന ഒരു ചടങ്ങിനും അവരോട് വരില്ല. മാത്രമല്ല, ഇവളെ അയാൾക്ക് കണ്ണെടുത്ത കണ്ടൂടാ. അതെങ്ങനെയാ? മാതാപിതാക്കൾക്ക് നല്ല അന്തസ്സും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇവള് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ശരി, ഇവൾ ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ചോ? കാറ്റൊക്കെ മാറി വീശാണല്ലോ. ചുഴലിക്കാറ്റായി മാറാതിരുന്നാ മതി. ടൊർണാഡോ ടൊർണാഡോ. ആ അച്ഛാ, അച്ഛന്റെ ബാത്റൂമിലെ വാട്ടർ ഹീറ്റർ കേടായതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കുളിക്ക്. എന്നാ പിന്നെ കുളിച്ചേക്കാം. ആ റൂട്ട് ക്ലിയറായി. 2 മരണങ്ങളും വാതികളിൽ നിന്ന് പൊയ്ക്കോളും. കാര്യങ്ങൾ എളുപ്പമായി. ചേമ്പമംഗലം. ചേമ്പും കാച്ചിലും ഒന്നല്ല, ചെമ്പകമംഗലം. ചെമ്പകമംഗലോ? ആ, ചെമ്പകമംഗലം. രാജലക്ഷ്മി അമ്മ. അതൊക്കെ തന്നെ. പൂക്കൂടെ ഇങ്ങി തന്നേക്കിട്ടാ. പാമ്പ് ആള് തെറ്റി ഇവിടെ കുത്തുവോ? പൂക്കടക്കാരൻ എവിടെ പോയി? ഉണ്ണികൃഷ്ണൻ. അയാൾക്ക് കല്യാണം, അവിടെ പോയി. ആ ശരി എന്നാ. ഇന്നിവിടെ തെക്കുംപുറത്തൊരു പട്ടട വരണം. രാജലക്ഷ്മി അമ്മ വിഷം തീണ്ടി മരിച്ചു.